അയ്യയ്യയ്യേ, ഇതാണോ ഒരു റിവ്യൂവർ ഇങ്ങനെയാണോ ബിഗ് ബോസിൽ പോയിട്ട് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു? അലറി വിളിച്ചിട്ടൊക്കെ റിവ്യൂ പറയും, ബിഗ് ബോസിൽ പോയിട്ട് ഒന്നുമില്ല. അതെ, ബിഗ് ബോസിൽ റിവ്യൂ പറയണ രേവതി ചേച്ചി ബിഗ് ബോസ് സീസൺ 6 പോവാണ്, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കുകയാണ് എന്നൊരു കേൾവി കേട്ടു. ശരിയാണോ? ഞാൻ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6 പോകുന്നുണ്ടോ? അത് മാത്രമല്ല, കുറെ പേരുടെ പേര് ഇവര് വന്നാൽ പൊളിക്കും, സൂപ്പറാണ്. ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യമാണോ? ശരിക്കും ഇവരൊക്കെ വന്നാൽ പൊളിച്ചടുക്കുമോ? എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. ബിഗ് ബോസ് തെലുങ്കുവിന്റെ വിന്നറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് സംഭവം? കോമണേഴ്സ് കോൺടെസ്റ്റ് ഇത് എപ്പോഴാണ് നടക്കുന്നത്? നമുക്ക് എപ്പോൾ അപ്ലൈ ചെയ്യാം? സാധാരണക്കാർക്ക് ബിഗ് ബോസ് സീസൺ 6 അപ്ലൈ ചെയ്യാൻ കഴിയുമോ? എല്ലാം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇപ്പം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാനൊരു എന്നെ ഒരുപാട് കോളുകളും ഒരുപാട് മെസ്സേജുകളും ഒരുപാട് വാട്സപ്പ് എല്ലാം ഇപ്പം നേരിട്ട് എല്ലാവരും വിളിച്ച് ചോദിക്കുകയാണ്, രേവതി ചേച്ചി ബിഗ് ബോസിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, അപ്പോൾ എല്ലാം ഓൾ ദ ബെസ്റ്റ്, ഒന്നും പറയണ്ട, നിങ്ങളൊന്നും മിണ്ടണ്ട. അപ്പം ഞാനത് പറഞ്ഞോട്ടെ? ഇല്ല, മിണ്ടണ്ട, ഓൾ ദ ബെസ്റ്റ്, എല്ലാം മനസ്സിലായി, നമുക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇല്ല, ഞാനൊന്നും പറഞ്ഞോട്ടെ, കളിച്ച് റെഡിയെ സൂപ്പറായിട്ട് കളിച്ചിട്ട് വാ മക്കൾ, മിണ്ടേ വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ മെസ്സേജുകളും ഒക്കെ വന്ന് നിറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒരു കോളും വന്നിട്ടില്ല, ഒരു ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ടില്ല, ഒരു ഓഡിഷൻ കോളും വന്നിട്ടില്ല എന്ന് ഞാൻ പറയാനാണ് ഈ വീഡിയോ ഇട്ടത്. അതൊക്കെ ഫേക്കാണ്, അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നിട്ടില്ല. ഇപ്പം ഇല്ല എങ്കിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയും, ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. അങ്ങനെ വന്നിട്ടില്ല, ബിഗ് ബോസ് സീസൺ 6 ഓഡിഷൻ കോൾ വന്നിട്ടില്ല, ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഫേക്കാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതാണ് എനിക്ക് ആദ്യം പറയുന്നത്. കാര്യം പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ വന്നു, താങ്ക് യു. എനിക്കൊന്ന് സീസൺ 3-ലും 4-ലും 5-ലും ഒക്കെ 6-ലും ഒക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്ന എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ, ചേച്ചി പോണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. താങ്ക് യു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പം എനിക്ക് എല്ലാ വിഷസും അയച്ചു ഒരുപാട് പേര്, ചേച്ചി ഒന്നും പറയണ്ട, ഓൾ ദ ബെസ്റ്റ്, ഒന്നും മിണ്ടണ്ട. അപ്പം ഞാനൊന്നും പറഞ്ഞിട്ട് ഇല്ല, നമുക്കെല്ലാം അറിയാം എന്നൊക്കെയാണ് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വരെ വിളിക്കാൻ തുടങ്ങി, ബിഗ് ബോസിൽ അറിയുന്ന ആൾക്കാരും ഒക്കെ രേവതി റെഡിയായിരിക്കുകയാണല്ലേ, ബാഗൊക്കെ പാക്ക് ചെയ്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അല്ല, എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നതിന് വളരെ സന്തോഷം, താങ്ക് യു. അപ്പോൾ ഇനിയും പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് സീസൺ 6 നമ്മൾ ഒരുപാട് പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ കുറേ പേരുടെ പേരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ പേര് കൺഫേം ആണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം, പ്രൊഡിക്ഷൻ ലിസ്റ്റായിട്ട് ഞാൻ വരും. പക്ഷേ ഇവരൊക്കെ വന്നാൽ സൂപ്പർ ആയിരിക്കും എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിയാണ്. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ ഇവർ വന്നാൽ സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കത്തില്ല. എൻ്റെ കാര്യത്തിന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ്. ഉദാഹരണത്തിന് സീസൺ 1 നമുക്ക് എടുക്കണ്ട, കാര്യം സീസൺ 1 എന്താണ് ബിഗ് ബോസ് എന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെ എന്നാലും അവിടെ റിയൽ ആയിട്ട് നിന്ന കുറേ വ്യക്തികളെ നമ്മൾ കണ്ടില്ല എന്ന് വരെ കഴിച്ചു. ഉദാഹരണത്തിന് രഞ്ജിനി ഹരിദാസ്, പുള്ളിക്കാരിയെ കുറേ നെഗറ്റീവൊക്കെ അടിച്ച് രഞ്ജിനിക്ക് അധികം രഞ്ജിനി ഔട്ടായി പോയി. പക്ഷേ ഇപ്പോൾ ഇരുന്നിട്ട് രഞ്ജിനി വേണം എന്ന് കുറേ പേര് പറയുന്നുണ്ട്. സോ അത് നമുക്ക് അറിയാത്തതുകൊണ്ട്. പക്ഷേ സീസൺ 2 രജിത് സാറ്, ഡോക്ടർ രജിത് കുമാർ, പുള്ളിക്കാരനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർമി ഉണ്ടാക്കിയ ആദ്യത്തെ ആള് സീസൺ 2 രജിത് സാറാണ്. നേരെ മറിച്ച് നമ്മുടെ ഫുക്രുവിനും വീണയ്ക്കും നമ്മുടെ ആര്യയ്ക്കൊക്കെ ഒരുപാട് സൈബർ അറ്റാക്കുകളും അതേമാത്രമല്ല അവർക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതേപോലെ സീസൺ 3 ഡിംബലിനെ സായിനൊന്നും ആർക്കും അറിയത്ത് പോലുമില്ല, ഫാൻ ഫോളോയിങ് ഉണ്ടായി. പക്ഷെ പുറമേ ആക്റ്റീവായിട്ടിരുന്ന ഒരുപാട് പേര് ബിഗ് ബോസിനകത്ത് അത്രയ്ക്ക് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ നെഗറ്റീവായി പോയി, അത് അവരുടെ തെറ്റല്ല. ചിലപ്പം ഗെയിം കളിച്ച് വരുമ്പോൾ അങ്ങനെ ആയിപ്പോകുന്നതാണ്. നമുക്ക് ഒരിക്കലും ഒന്നും ഒരുത്തരും തെറ്റായിട്ട് പറയാൻ പറ്റില്ല. ചിലവർക്ക് കളിക്കും, ചിലവർ അതിനകത്ത് നിൽക്കുമ്പോൾ കുറച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, ചിലവരെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 18 പേർക്കും പോസിറ്റീവായിട്ട് ഇറങ്ങാൻ ബിഗ് ബോസ് ഷോയിൽ പറ്റത്തില്ല. അത് ഞാൻ എല്ലാ ബിഗ് ബോസ് ലാംഗ്വേജ് ആണെങ്കിലും 18 കയറുന്ന എല്ലാവരും പോസിറ്റീവായിട്ട് ഇറങ്ങുന്നത് കുറവാണ്. നമുക്ക് ഇവിടെയാണ് കൂടുതലും അറ്റാക്കുകളൊക്കെ കിട്ടുന്നത്. പക്ഷേ എല്ലാവർക്കും പാളിച്ചകൾ പറ്റുന്നുണ്ട്, എല്ലാവർക്കും കളിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. സീസൺ 4 റോബിൻ നമ്മൾ ആരും അറിയത്ത് പോലുമില്ല, പക്ഷെ റോബിൻ അത്രമാത്രം ഇമ്പാക്റ്റ് സീസൺ 4 ഉണ്ടാക്കി. അതേപോലെ റിയാസ് നമ്മൾ കയറിയപ്പോൾ എന്തോന്ന് വൈൽഡ് കാർഡ് എന്തോന്ന് ഉണ്ടാക്കാൻ, പക്ഷേ ഗെയിം തന്നെ മാറ്റി കളഞ്ഞു റിയാസ്. അതേപോലെ സീസൺ 5 അധികം ഇമ്പാക്റ്റ് ഒന്നും എല്ലാവർക്കും ചെയ്യാൻ നമ്മൾ വിചാരിച്ചിരുന്നു സൂപ്പർ ആവുന്നത്, പക്ഷേ ഭയങ്കരമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സീസൺ ഒരു ആവറേജ് സീസൺ ആയിട്ട് പോയി. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടാകും സീസൺ 6. അപ്പം നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കും സൂപ്പർ. ഉദാഹരണത്തിന് എന്നെ പറയാം, എൻ്റെ പൊന്നെ അവൾ അലറി വിളിയാണ്, അവളെ അലറി വിളിച്ച് ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത്. ഇത് നിങ്ങൾ എന്നെ മാത്രമാണ് കാണുന്നത് എൻ്റെ വീഡിയോയിൽ.
ഇനി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആ വലിയ വീട്ടിനകത്തായിരിക്കും നിങ്ങൾ എന്നെ കാണുന്നത് കണ്ടസ്റ്റന്റ് ആയിട്ട് പോകുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ചിലപ്പോൾ എന്നെ കാണിക്കത്തേ ഇല്ല, വെൽ എഡിറ്റഡ് ഷോ ആണ് ബിഗ് ബോസ്. ചിലപ്പോൾ എന്നെ ഞാൻ ഇരുന്ന് ഉറങ്ങണതായിരിക്കും കാണിക്കുന്നത് അതിനകത്ത്. ചിലപ്പോൾ ഞാൻ ഗെയിം കളിക്കും, ചിലപ്പോൾ എനിക്ക് ഗെയിം കളിക്കുക, ചിലപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ എക്സ്പെക്ട് ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല, ഇയാൾ നന്നായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും ബിഗ് ബോസിനകത്ത്. ഇപ്പൊ ഈ സീസൺ 6ലും അങ്ങനെയായിരിക്കും. ചിലപ്പോൾ നമ്മൾ കേൾക്കാത്ത ആളായിരിക്കും ചിലപ്പോൾ രാജാവൊക്കെ ആവുന്നത്. ഇപ്രാവശ്യം രാജാവ് ഉണ്ടാവുമെന്ന് അറിയില്ല. നന്നായിട്ട് എല്ലാവരും കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും രാജാക്കന്മാരാവും. അങ്ങനെ ആരും കളിക്കാതെ ഒരാൾ മാത്രം ശബ്ദം ഉണ്ടാക്കി അറിയാമല്ലോ, രാജാവാവും, പിന്നെ അത് ടോക്സിക് ആവും, പിന്നെ ബഹളമായി, വഴക്കായി, ഡിഗ്രേഡിങ്, അങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ എല്ലാവർക്കും വേറൊരു സൈഡ്, ഇപ്പോൾ എനിക്ക് ഈ പ്രസന്റേഷൻ മാത്രമേ നിങ്ങൾ എന്നെ കാണുന്നുള്ളൂ. എനിക്ക് വേറെ സൈഡുകളുണ്ട്. ഞാൻ മിണ്ടാതിരിക്കും. ഈ വീഡിയോ ക്യാമറ ഓഫ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? കഴിഞ്ഞ വീഡിയോ ഇങ്ങനെ ഇരിക്കും. ഞാൻ കരയും, ഞാൻ ചിരിക്കും, ഞാൻ ഉറങ്ങും, ഞാൻ മിണ്ടാതി, ഞാൻ ഗ്ലൂമി ആവും, എൻ്റെ മൂഡ് സ്വിങ്സ് വരും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വേറെ ഫേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഈ വരാൻ പോകുന്ന സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെയൊക്കെയാണോ? ഇയാൾ വീഡിയോയിൽ സൂപ്പർ ആയിരുന്നില്ലേ? അത് അവരുടെ പ്രസന്റേഷനാണ്. അവർ പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യും. പക്ഷേ അവർക്കല്ലാതെ സമാധാനത്തിൽ ഇരിക്കണ്ടേ? അവർക്ക് 24 മണിക്കൂർ പ്രസന്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ അവരെ കാണിക്കത്തില്ല, സ്ക്രീൻ സ്പേസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ വന്നാൽ പൊളിക്കും, അവർ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ പ്രേക്ഷകരുടെ പിന്തുണ ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത്. അത് ആരുടെയും കുറ്റമൊന്നുമല്ല, ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്തത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയും. ഇനി തെലുങ്കു വിന്നർ, ബിഗ് ബോസിന്റെ വിന്നർ അറിയാമല്ലോ, പല്ലവി പ്രശാന്ത് ആണ്. പക്ഷേ സെറ്റിന്റെ പുറത്ത് ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നു സ്റ്റുഡിയോയിൽ. ഈ ഫാൻസും ആർമിക്കാരും തമ്മിൽ അടി. അവിടെ അപ്പുറത്തെ സെക്കൻഡ് ആയ ആളുടെ കാർ അടിച്ചു പൊളിക്കുന്നു, ബസ്സുകൾ അടിച്ചു പൊളിക്കുന്നു. അവസാനം അറസ്റ്റ് ചെയ്തു വിന്നറിനെ. എന്തൊരു ഗതികേടാന്ന് നോക്കി. ഇപ്പോൾ റിമാൻഡ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് കുറേ ന്യൂസുകൾ. അങ്ങനെ പിന്നെ സോറി പറഞ്ഞു. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവിടെ നടന്നത്. അങ്ങനെ പല്ലവി പ്രശാന്തിന് അങ്ങനെ കോൺട്രവേഴ്സി ആയിട്ട് തെലുങ്കു ബിഗ് ബോസ് അവസാനിച്ചു. ഭയങ്കര ഹിറ്റ് സീസൺ ആയിരുന്നു. ഹിന്ദി ബിഗ് ബോസിന്റെ കാര്യം എനിക്കത് ബിഗ് ബോസ് ആയിട്ട് തോന്നിയിട്ടില്ല. സത്യം ഞാൻ നിങ്ങളോട് പറയാം, എനിക്കത് ബിഗ് ബോസ് ആണ്. അപ്പോൾ ഒരു കമന്റ് വന്നായിരുന്നു, നിങ്ങൾ വലിയ ഹിന്ദി എന്നാണല്ലോ എപ്പോഴും പറയുന്നത്. ഇപ്പോഴത്തെ ഹിന്ദി ബിഗ് ബോസ് എന്തോന്ന് പാർഷ്യാലിറ്റി ഈ സീസൺ 17. ഞാൻ നിങ്ങളോട് പറയും, ബിഗ് ബോസ് ഹിന്ദി കാണണമെങ്കിൽ, എന്താണ് ബിഗ് ബോസ് എന്ന് അറിയണമെങ്കിൽ, ബിഗ് ബോസ് സീസൺ 1 തൊട്ട് ബിഗ് ബോസ് സീസൺ 13 വരെ നിങ്ങൾ കാണണം. അതിൻ്റെ അകത്തുള്ള സീസൺസ് ആണ് ശരിക്കുമുള്ള ബിഗ് ബോസ്. അത് കഴിഞ്ഞിട്ടുള്ള സീസണുകളൊന്നും എന്നെ സത്യം പറഞ്ഞാൽ ഇംപ്രസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ OTT സീസൺ 1ഉം 2ഉം കുഴപ്പമില്ല. അപ്പോൾ എനിക്കത് ബിഗ് ബോസ് ആയിട്ട് പോലും എനിക്ക് ഹിന്ദി ബിഗ് ബോസ് ഇപ്പം തോന്നുന്നില്ല. കളിക്കുന്ന ആൾക്കാരെ ഒരുമാതിരി താഴ്ത്തി കെട്ടുകയും അവരുദ്ദേശിക്കുന്ന ആൾക്കാരെ പൊക്കിക്കൊണ്ടുവരാൻ നോക്കുന്നു. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ടാസ്കും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു സീസൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ബിഗ് ബോസ് ആണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അവർ ഗെയിം കളിക്കുന്ന ആൾക്കാരെ പോലും നീ ഈ ഗെയിം കളിക്കുകയല്ലേ, കാണിച്ചു തരാം, എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിമുകൾ പുറത്ത് പറയുന്ന ഒരു ബിഗ് ബോസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഗെയിം ഇങ്ങനെ എക്സ്പോസ് ചെയ്യത്തില്ല. കാര്യം അവരുടെ ഗെയിം കുളമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബിഗ് ബോസ് ഹിന്ദി ഇപ്രാവശ്യം ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തമിഴ് ബിഗ് ബോസ് ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഒരു ആവറേജും ഒരു ബിലോ ആവറേജ് സീസണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഹൈപ്പൊന്നുമില്ല. പിന്നെ എല്ലാ സീസണും ആൾക്കാരുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. എത്ര ബോറാണെങ്കിലും അതിനെ കാണാൻ ആൾക്കാരുണ്ടാവും, അതിന് അഭിപ്രായം പറയാനും ആൾക്കാരുണ്ടാവും. ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയാണ്. നമുക്ക് അങ്ങനെ തികച്ചും ആരും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരിക്കലും ബിഗ് ബോസ് വരത്തില്ല. ബിഗ് ബോസ് കാണാൻ എപ്പോഴും ആൾക്കാരുണ്ടാവും. അതാണ് ഈ ഷോയുടെ പ്രത്യേകത. ഇനി അടുത്ത് കോമണേഴ്സിന്റെ കാര്യം കുറേ പേര് ചോദിക്കുന്നു, ചേച്ചി എങ്ങനെ അപ്ലൈ ചെയ്യണം? അതിന് അപ്ലൈ ചെയ്യേണ്ട ആദ്യം അതിൻ്റെ പ്രൊമോ വരും. അതിൻ്റെ പ്രൊമോ വരുമ്പോഴായിരിക്കും അതിന് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എയർടെൽ ആയിരുന്നു, ഇപ്രാവശ്യം ചാനൽ നേരിട്ടാണോ എടുക്കുന്നത് ഒന്നും അറിയത്തില്ല. എന്തായിരുന്നാലും നമുക്ക് നോക്കാം കോമണേഴ്സിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഞാനുണ്ടോ ഇല്ലയോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ രാത്രിയാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി തന്നെ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്താണ് ഇനി പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ സമയമായി. അപ്പോൾ അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് വരാം. ഒരുപാട് പേരുടെ പേര് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൺഫേം ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, പക്ഷെ ഞാൻ അവസാനമേ കൺഫേംഡ് എന്ന് പറയുള്ളൂ. നോക്കാം, നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.